ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലാക്ക് ഗോഡസ് സിന്ധുജ. ഇന്ന് നിങ്ങളുടെ ഗോഡസ് സിന്ധുജ ഒന്ന് ത്രെഡ് ചെയ്യാൻ ഗ്രീൻ റൂംസിലേക്ക് പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. ഭരതനാട്യമൊക്കെ കഴിഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം ഗ്രീൻ റൂംസിൻ്റെ പടി. അങ്ങനെ ഒരു ത്രെഡിങ് മിനി ബ്ലോക്ക് ത്രെഡിങ് അപാരതയ്ക്ക് സ്വാഗതം. അങ്ങനെ നിങ്ങളുടെ എല്ലാവരെയും ഞാൻ ഗ്രീൻ ട്രെൻഡ് ശ്രീകാര്യം ബ്രാഞ്ചിനകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനും കയറിപ്പോയ സ്വയം. അപ്പോൾ എന്താണ് മേഡം വേണ്ടേ എന്ന് റിസപ്ഷൻ സ്റ്റാഫ് ചോദിച്ചു. പിന്നെ ഒരു കാര്യം ആദ്യമേ ചോദിച്ചു, എൻ്റെ ഫോൺ നമ്പർ എത്രയാണ്, മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടോ എന്ന് പറയാൻ. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റി, അല്ലെങ്കിൽ എല്ലാവരും കിണി എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ആ സംഭാഷണം പറയുന്നതാണ് കേൾക്കുന്നത്. റിസപ്ഷൻ ഏരിയയിൽ അങ്ങ് ഇരുന്നു. തലമുടിയൊക്കെ നല്ല കോലത്തിലാണ് കിടന്നത്. പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് പാറി പറന്നത്. ഇതാണ് അതിനകത്തുള്ളൊരു ഇൻറ്റീരിയർ സെറ്റപ്പ്, അതിൻ്റെ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും. ഗ്രീൻ ഫ്രണ്ട്സ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുന്നത്. ആന്ധ്രയിലും പുതുക്കോട്ടയിലും ഒക്കെ മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടായിരുന്നു ഗ്രീൻ ഫ്രണ്ട്സിൻ്റെ തന്നെ വർക്കിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ത്രെഡിങ് മാത്രം എനിക്ക് ചെയ്താൽ മതി. ഒന്നാമത് എൻ്റെ ഊപ്പാടായിരിക്കും ഡാൻസ് കളിച്ചത്. എങ്ങനെയും എനിക്ക് വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്താൽ മതിയെന്നേ ഉള്ളൂ. പക്ഷേ ത്രെഡ് ചെയ്യാതെ ഞാനിങ്ങനെ മടിച്ചിരിപ്പായിരുന്നു. DSൻ്റെ റീൽസും വീഡിയോസും കണ്ട് അറിയാം. അപ്പോൾ ഇന്ന് ചലോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 2 മിനിറ്റിൻ്റെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. താങ്ക് യു ഒക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. ഇനി ഞാൻ അതിൻ്റെ കാണിച്ചു തരാം. അതിൻ്റെ ഏരിയ ഉണ്ട്. ലേഡീസ് സെക്ഷൻ, വിമൻസ് എക്സ്ക്ലൂസീവ് ഒരു റൂമുണ്ട്. പിന്നെ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. പ്രോഡക്റ്റ്സ് അവർക്ക് സെയിൽസിന് കാണും. മറ്റേ ഹെയർ സ്പാ ക്രീം, ലോറിയൽ സാധനങ്ങളൊക്കെ. ആ സ്റ്റാഫിനെ അകത്തേക്ക് വിളിക്കുന്നു. അതാണ് നമ്മുടെ ത്രെഡിങ് സ്റ്റാഫ്. ഞാൻ അകത്തേക്ക് ചെന്നു. ഇനി ഞാൻ ത്രെഡിങ് ചെയ്യുന്ന രംഗം കാണിക്കാം. വെയിറ്റ്, അത് വാഷ്റൂമാണ് ലേഡീസിൻ്റെ അകത്ത് തന്നെ. പിന്നെ ആ സ്റ്റാഫാണ് എനിക്ക് ത്രെഡിങ് ചെയ്ത് തന്നത്. വേറെ റിസപ്ഷനിലെ സ്റ്റാഫിനെ വിളിച്ച് വരുത്തി ഞാൻ എൻ്റെ ത്രെഡിങ് വീഡിയോ എടുപ്പിച്ചു. അല്ല, ത്രെഡ് ചെയ്യുമ്പോൾ ലേഡീസ് മാറ്റർ എല്ലാവർക്കും അറിയാം. നമ്മൾ 2 ഒരു കൈ ഐബ്രോയിൽ പിടിക്കണം. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മാത്രം എടുത്തു തരാൻ പറഞ്ഞു. അങ്ങനെ എടുത്തു തന്നു. എങ്ങനെയുണ്ട് ഗോഡസിന് ത്രെഡിങ് എടുക്കുന്നത്? നിങ്ങൾക്ക് നല്ല സുഖമായിരിക്കും. എൻ്റെ ചോക്ര ചെയിനും ഭംഗിയിൽ നിങ്ങൾ ഭയങ്കര. എനിക്ക് ഉറുമ്പ് കടിച്ച് സുഖമായിരുന്നു. അത് വേറെ കാര്യം. ത്രെഡ് ചെയ്തവർക്ക് അതിൻ്റെ ആ ഒരു ഇച്ചിരി ഒരു നീറ്റിൽ അറിയാൻ പറ്റും. പക്ഷേ എനിക്കത് സീനല്ല. ഗോഡസ് ആക്ച്വലി ലുക്കി ആയിട്ടിരിക്കണമല്ലോ, ലുക്കായിട്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ ആ ഉറുമ്പ് കടി അങ്ങ് സഹിക്കും. അതായത് ഈ ബ്യൂട്ടി ഫ്രീക്സും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതൊരു വിഷയമല്ല. പുള്ളിക്കാരത്തി എടുത്തു. പിന്നെ ബ്രഷ് വെച്ച് മിനുക്കി ഷെയ്പ്പാക്കി കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്തു. എല്ലാം ചെയ്തിരുന്ന ഹെയർ അതൊന്നും എടുത്തില്ല. ജസ്റ്റ് ത്രെഡിങ് മാത്രം എടുത്തു. അത്ര എടുത്തു തന്നത് തന്നെ റിസപ്ഷൻ സ്റ്റാഫിൻ്റെ വലിയ മനസ്സായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിനൊരു താങ്ക് യു ഒക്കെ പറഞ്ഞു. അപ്പോൾ അത്രയും മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മതി, ദാറ്റ്സ് ഇനഫ്. അവരത്രയെങ്കിലും അലോ ചെയ്തല്ലോ. ചില പാർലർകാർ അതും അലോ ചെയ്യില്ല. പിന്നെ വീഡിയോ എടുക്കലല്ലല്ലോ റിസപ്ഷൻ സ്റ്റാഫിൻ്റെ പരിപാടി. മനസ്സിലായോ? CCTVയിലൊക്കെ അവരുടെ ഓണേഴ്സ് ചെക്ക് ചെയ്ത് ആ കുട്ടി എണീറ്റ് വന്ന് ഇവിടെ ചെയ്യുന്ന ചിലപ്പോൾ ആ കുട്ടിയുടെ ഡ്യൂട്ടിയെ തന്നെ ബാധിക്കാം. അതുകൊണ്ട് ഞാൻ മതി, കിട്ടിയതും കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്കായിട്ട് ഒരു കാഴ്ചയായിട്ട്. ഞാൻ ത്രെഡ് ചെയ്യുന്ന വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ. ഫേഷ്യലിങ്ങിന് പോയത് കണ്ടിട്ടുണ്ട് പണ്ട് VLCCയിൽ. അപ്പോൾ അതാണ് സംഭവം. പിന്നെ മറ്റേ ആസ്ട്രിഞ്ചൻ്റ് അപ്ലൈ ചെയ്യും, മസാജ് ഐബ്രോസ്. അത്രയേ ഉള്ളൂ. ഇനി ഞാൻ ത്രെഡ് ചെയ്ത് കഴിഞ്ഞുള്ള ലുക്ക് കാണിച്ചു തരാം. നോക്കിക്കോ. ഇതും കൂടെ അപ്പുറത്തെ ഐബ്രോസും കൂടെ കഴിഞ്ഞ് I will show you the finishing look of my eyebrow threading. Wait dears, wait. പാർലറിനകത്ത് പാട്ടും DJ ഉണ്ടായിരുന്നു. മയിലായി പറന്നുവാ എന്നൊരു പഴയ പാട്ടില്ലേ, കുഞ്ചോക്കോ ബോബൻ്റെയും ജോമോളുടെയൊക്കെ, മയിൽപ്പീലിക്കാവതിലെ. ഞാൻ ആ ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്ത് കളഞ്ഞതാണ് വീഡിയോ എഡിറ്റ് ചെയ്ത്. അപ്പോൾ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് നന്നായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊരു എൻ്റെ ഒരു കുയിൽനാഥ സോങ്ങും കിട്ടില്ലേ. So this song, Malayalam song, was played inside the parlor. I just extracted it while doing the editing of video. Otherwise, copyright issues might strike our dearest channel. So that's the thing. So stay tuned. Wait for my beautiful look. പിന്നെ വിശേഷങ്ങൾ പറയാം. ആദ്യം കയറിയപ്പോഴേ ഈ സ്റ്റാഫ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഹായ് ഡാൻസർ ആണോ എന്നൊക്കെ. കാരണം നമ്മുടെ ലുക്ക്, ഡാൻസ് പ്രാക്ടീസ് ആയി ഇതൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഐ ലവ് പീപ്പിൾ എന്നെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ. പിന്നെ ചാനൽസ്, നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഐ ജസ്റ്റ് ഗെറ്റ് വെരി ഹാപ്പി. നമുക്കൊരു വേറൊരു സന്തോഷമാണ്. നമ്മളൊരു ഡാൻസറെ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അംഗീകരിക്കുന്നു.
അപ്പോൾ നമുക്ക് മോട്ടിവേഷൻ വരും ആ ഫീൽഡിൽ കുറച്ചുകൂടെ നിൽക്കാൻ. അപ്പോൾ നമുക്ക് പൊട്ടെടുത്താലേ നമുക്ക് ഐബ്രോ ത്രെഡിങ് ചെയ്യാൻ പറ്റൂ. ചെയ്തവർക്കറിയാം. പൊട്ട് വെച്ചു, കിടുവല്ലേ, എങ്ങനെയുണ്ട് ലുക്ക്? കമൻറ്റ്. സോ ഹൗസ് മൈ ലുക്ക് ഡിയേഴ്സ്? ആം ഐ ലുക്കിംഗ് ക്യൂട്ട്? സോ ഐ എം മൂവിങ് ബാക്ക്. എൻ്റെ തന്നെ സാരി ആൻഡ് ഫാൻസി സ്റ്റുഡിയോയിലെ കീച്ചൻ എടുത്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് ബൈ ബൈ പറയുന്നു. പുറത്തേക്ക് പോകുന്ന രംഗങ്ങളാണ് കാണുന്നത്. ഇനി കൗണ്ടറിൽ പോയി അവർ താങ്ക് യു മാം, വിസിറ്റ് മീ അഗെയിൻ എന്നൊക്കെ പറയുന്നതാണ്. അവിടെയും പാട്ടും ഡി ജി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റിയത്. ഓക്കെ, വെയിറ്റ്. പിന്നെ ഫീഡ്ബാക്ക് റേറ്റിംഗ് ഒക്കെ ഇടാൻ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞൊരു സവിശേഷത, നമ്മൾ അവരുടെ സർവീസിൽ തൃപ്തരാണെങ്കിൽ അവർ ത്രെഡിങ്ങിന് ക്യാഷ് മേടിക്കത്തില്ല. സംതിങ് ലൈക്ക് കോംപ്ലിമെൻ്ററി സോട്ട്. നമ്മൾ ഫീഡ്ബാക്ക് ഇടണം, അത്രയേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് എ തിങ്. പിന്നെ നെക്സ്റ്റ് ടൈം വന്ന് മഡ് ഫേഷ്യൽ ചെയ്യണമെന്ന് പറഞ്ഞു. അത് 2500-3000 റുപ്പീസാണ് ഒരു ഫേഷ്യലിന്. അത് പിന്നെ വൗച്ചറുകൾ റീഡീം ചെയ്യാന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങ് പ്ലീസ് ചെയ്ത് എന്നെ അങ്ങ് പറഞ്ഞു വിട്ടു. ഞാൻ ഡ്രോയിങ്ങിന് ഫീഡ്ബാക്ക് ഇട്ടു. ഫട്ടാഫട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നു. ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ പുറത്തിറങ്ങുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ എൻ്റെ വിസിറ്റ് കഴിഞ്ഞു ഡിയേഴ്സ്. എങ്ങനെയുണ്ട് എൻ്റെ ത്രെഡിങ്? അകത്ത് ഡോൺ പിടിച്ചിട്ട് സൗണ്ട് ആയതുകൊണ്ട് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ത്രെഡിങ് വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അടുത്ത വ്ലോഗുമായി കാണാം. അൻടിൽ ദെൻ, സോ മാംഗോയുടെ സിസ്റ്റേഴ്സ് ആയിരുന്നു. ബൈ.